ഹലോ ഓൾ, എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഒരു ഭരണചരിത്രം, തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്നിവയൊക്കെ ചേർന്ന് നമ്മുടെ SCRT പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അവയെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ ഒരു രാജ്യം, തിരുവിതാംകൂറിനോടൊപ്പം തന്നെ കൊച്ചി, അതേപോലെ തന്നെ കോഴിക്കോട്, സാമൂതിരിയുടെ ഭരണം നടന്നിരുന്ന പ്രദേശങ്ങൾ ഇവയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ഇവയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് എന്തായിരുന്നു കേരളത്തിൻ്റെ ആ ഒരു ഭരണചക്രം എന്ന് പറയുന്നത്, ഏത് രീതിയിലായിരുന്നു ഈ ഒരു പ്രദേശം ഉണ്ടായിരുന്നത് എന്നൊന്ന് നോക്കി പോകാം അല്ലേ. ആദ്യമായിട്ട് പ്രാചീന തമിഴകമാണ്. അപ്പം എന്താണ് പ്രാചീന തമിഴകം? അവിടെ ഭരിച്ചിരുന്ന പെരുമാക്കന്മാർ എന്ന് നോക്കാം. ആദ്യമായിട്ട് മൂവേന്ദർമാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇതെന്താണ്? പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ വംശരാജാക്കന്മാരെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന പേരാണ് മൂവേന്ദർമാർ എന്ന് പറയുന്നത്. അപ്പം ചേരന്മാര്, ചോളന്മാര്, അതേപോലെ തന്നെ പാണ്ഡ്യ രാജാക്കന്മാര്, ഇവരെ മൂന്ന് പേരെയും ചേർത്തുകൊണ്ടാണ് മൂവേന്ദർമാർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ജോഗ്രഫിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം, നമ്മുടെ കേരളം ഇരിക്കുന്ന ഈ ഒരു പ്രദേശം ചേരന്മാരുടെ കീഴിലായിരുന്നു, അവരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് പാണ്ഡ്യന്മാരുടെ കീഴിലും അതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്രദേശം ചോള വംശത്തിൻ്റെ കീഴിലുമായിരുന്നു അന്ന് ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു സ്ഥാന പേരുകൾ എന്ന് പറയുന്നത് കോൻ, കടുങ്കോ എന്നിവയായിരുന്നു അവരുടെ സ്ഥാനപ്പേരുകൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ മഹോദയപുരത്തെ പെരുമാക്കന്മാരാണ് പിൽക്കാലത്ത് ചേരന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന ആളുകൾ. ഈ ചേരന്മാരാണ് നമ്മുടെ കേരളം ഇപ്പോഴിരിക്കുന്ന, അന്ന് കേരളം ഒന്നുമില്ല അല്ലേ, ഈ ഒരു പ്രാചീന തമിഴകമായിട്ടാണ് അന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ ചേരന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടം CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു ഈ മൂവേന്ദന്മാരുടെ ഭരണം ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരമായിരുന്നു. മഹോദയപുരം, അന്ന് മക്കോദൈ എന്നറിയപ്പെടുന്ന പ്രദേശം കൊടുങ്ങല്ലൂരിൻ്റെ സമീപമാണ് ഈ ഒരു പ്രദേശമുള്ളത്. അപ്പോൾ ഇവരുടെ ആ ഒരു കോൻ, കടുങ്കൈ നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ഇവരെ പെരുമാൾമാർ എന്നും ചേരന്മാരെ ചേരന്മാൻ എന്നും അതേപോലെ തന്നെ കുലശേഖരന്മാർ എന്നുമായിരുന്നു അവരുടെ ആ ഒരു പേരുകൾ തുടങ്ങിയിരുന്നത്, അവർക്ക് പേര് നൽകിയിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് ഭരണാധികാരികളെ നമുക്കൊന്ന് നോക്കണം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുകോത, ഭാസ്കര രവി എന്നിവരൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഭരണം നിർവഹിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദക്ഷിണേന്ത്യയിലെ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു കേന്ദ്രമായിരുന്നു മൂവേന്ദന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഈ ഒരു പ്രാചീന തമിഴകം എന്ന് പറയുന്ന ആ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ അന്ന് രാജ്യമുണ്ട്. ഈ രാജ്യം ഭരിക്കുന്നത് പെരുമാൾമാരാണ് അല്ലേ. പെരുമാൾമാരുടെ കീഴിലാണ് രാജ്യമുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനമൊക്കെ ഇരിക്കുന്ന പോലെ സംസ്ഥാനത്തിൻ്റെ കീഴിൽ നമുക്ക് ജില്ലയുണ്ട് അല്ലേ. അതുപോലെ തന്നെ നാടുകൾ എന്ന് പറയുന്ന അതിനകത്തെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ നാടുവാഴികളുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴെ ദേശങ്ങളുണ്ട്. ഈ ദേശങ്ങൾ ഭരിച്ചിരുന്നത് ദേശവാഴിമാരായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ദേശക്കൂട്ടങ്ങൾ. ദേശത്തെ ജനകീയ സഭകളെയാണ് ദേശക്കൂട്ടങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. ഇതുകൂടാതെ നികുതി പിരിച്ചിരുന്ന ആളുകളുണ്ട് അല്ലേ. നികുതി പിരിക്കുന്നത് പഞ്ചായത്തുകളായിരുന്നു അന്ന് നികുതി പിരിക്കുന്ന കുറച്ച് എൻറ്റിറ്റീസ് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ മൂവേന്ദന്മാരുടെ ഭരണത്തിൻ്റെ കീഴിൽ കൃഷിയും അതേപോലെ തന്നെ വാണിജ്യവും ഒക്കെ തന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. പിന്നെ വിദേശ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലൂടെ കൂടി അവർ ചുങ്കം പിരിക്കുകയുണ്ടായി. ചുങ്കം നികുതി അല്ലേ, കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ചുങ്കം എന്ന് പറയുന്ന ഒരു നികുതിയും അന്ന് രാജ്യത്തേക്ക് ലഭിക്കുകയുണ്ടായി. ഇതുകൂടാതെ കച്ചവട സംഘങ്ങളുണ്ട്. ഈ കച്ചവട സംഘങ്ങളുടെ പേരുകളാണ് അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ അന്നത്തെ ആ ഒരു ഭരണത്തോടൊപ്പം തന്നെ അന്നത്തെ ആ ഒരു സാംസ്കാരിക രീതി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ക്ഷേത്രങ്ങളായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രങ്ങൾ കാർഷിക ഗ്രാമങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ട് സെൻറ്ററായിട്ട് നിലകൊണ്ടു. തൊഴിലടിസ്ഥാനമാക്കിക്കൊണ്ട് ജാതി വ്യവസ്ഥ അന്ന് രൂപപ്പെട്ടു. അതായത് വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, കൂത്ത്, കൂടിയാട്ടം എന്നിവ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കഴിവുകൾ, കലാരൂപങ്ങളും അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അന്ന് രൂപപ്പെടുന്നുണ്ട്. അതുകൂടാതെ ആളുകൾ ചെയ്തിരുന്ന തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു, ആ തൊഴിലുകൾ അനുസരിച്ച് ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു വരികയും ചെയ്തു അന്ന് കാലഘട്ടത്തിൽ. അപ്പോൾ അന്നത്തെ ഒരു അനന്തരാവകാശ രീതികൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട അനന്തരാവകാശ രീതികളാണ് ഉണ്ടായിരുന്നത്: മക്കത്തായവും മരുമക്കത്തായവും. മക്കത്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വത്തൊക്കെ മക്കളിലേക്ക് കിട്ടും. അപ്പോൾ അത് അന്ന് ബ്രാഹ്മണന്മാർ പിന്തുടർന്നിരുന്ന ഒരു അനന്തരാവകാശ രീതിയായിരുന്നു മക്കത്തായം എന്ന് പറയുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിലായിട്ട് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണിത് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത രീതി എന്ന് പറയുന്നത് മരുമക്കത്തായമായിരുന്നു അന്നത്തെ ഒരു അനന്തരാവകാശ രീതി എന്ന് പറയുന്നത്. മരുമക്കത്തായം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവനിൽ നിന്നും മരുമകനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ഥാനം. ഇപ്പോൾ രാജാവാണെന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യം അല്ലെങ്കിൽ സ്വത്തുക്കൾ ഇവയൊക്കെ മരുമക്കത്തായ വ്യവസ്ഥ ആയിരുന്നു. അമ്മാവനിൽ നിന്നും മരുമക്കളിലേക്ക്, പെങ്ങളുടെ മകനായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു അധികാര സ്ഥാനവും അതേപോലെ തന്നെ സ്വത്തും പോയിരുന്നത്. ആ ഒരു രീതിയാണ് മരുമക്കത്തായം എന്ന് പറയുന്നത്. ഈ 2 അനന്തരാവകാശ രീതികളാണ് നിലനിന്നിരുന്നത് കേരളത്തിൽ. അപ്പോൾ ഈ ഒരു മൂവേന്തന്മാരുടെ ഭരണത്തിൻ്റെ ശേഷം എന്ത് സംഭവിച്ചു? നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടു വന്നു. അതായത് പെരുമാൾ ഭരണത്തിൻ്റെ ശേഷം നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടു വന്നു. പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നാടുകൾ സ്വതന്ത്രമായിട്ട് മാറി. ആ ഒരു സ്വതന്ത്രമായിട്ട് മാറിയിട്ടുള്ള നാടുകൾ സ്വരൂപങ്ങളായിട്ട് മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഏതൊക്കെയായിരുന്നു അന്നത്തെ ആ ഒരു സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്? കോലത്ത് നാട് സ്വരൂപം. കോലത്ത് നാട് സ്വരൂപം എന്ന് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂരായിരുന്നു. മലബാർ മേഖലയായിരുന്നു, കണ്ണൂരായിരുന്നു. അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് കോലത്തിരി ആയിരുന്നു, കോലത്തിരി. അതിനുശേഷം നെടിയിരുപ്പ് സ്വരൂപമുണ്ട്. നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത് സാമൂതിരിയുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള കോഴിക്കോട് പ്രദേശം വരുന്ന ആ ഒരു ഭാഗമാണ് നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കോലത്തുനാട് സ്വരൂപം, പിന്നെ നെടിയിരുപ്പ് സ്വരൂപം. അതിനുശേഷം മധ്യഭാഗത്തേക്ക്, കേരളത്തിൻ്റെ മധ്യഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ പെരുമ്പടപ്പ് സ്വരൂപം രൂപപ്പെട്ടു വന്നു. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നതിൻ്റെ കേന്ദ്രം കൊടുങ്ങല്ലൂർ മേഖലയായിരുന്നു, കൊടുങ്ങല്ലൂരായിരുന്നു. ഈ ഭാഗമാണ്, ഈ പെരുമ്പടപ്പ് സ്വരൂപമാണ് പിന്നീട് കൊച്ചി രാജവംശമായിട്ട് മാറുന്നത്. അടുത്ത സ്വരൂപമാണ് തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപമാണ് വേണാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം. ഈ വേണാട് സ്വരൂപത്തിൻ്റെ അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ വേണാട് മേഖലയുടെ കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മേഖലയായിരുന്നു. അതായത് തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ ഇരിക്കുന്ന ഈ ഒരു പ്രദേശമായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. പിന്നീട് ഈ പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി ആയതുപോലെ തൃപ്പാപ്പൂർ സ്വരൂപം എന്തായിട്ട് മാറി? തിരുവിതാംകൂറായിട്ട് മാറുകയുണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മുടെ SCERT പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണിത്. അപ്പോൾ ഇതൊന്ന് നോക്കി പോവുക. പല സ്വരൂപങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ: കോലത്തുനാട് സ്വരൂപം, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ സ്വരൂപം എന്നിങ്ങനെയുള്ള 4 സ്വരൂപങ്ങളായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. കോലത്തുനാട് എന്ന് പറയുമ്പോൾ കോലത്തിരി ഭരിച്ചിരുന്നു, കണ്ണൂര് കേന്ദ്രം. നെടിയിരുപ്പ് എന്ന് പറയുമ്പോൾ കോഴിക്കോടാണ് കേന്ദ്രം, സാമൂതിരി ഭരിച്ചിരുന്നു. ഈ ഒരു പ്രദേശത്ത് മാമാങ്കമൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരിക്ക് ലഭിക്കുന്നതോടുകൂടി സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിക്കുന്നുണ്ട് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ്? പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശം കേന്ദ്രമാക്കിക്കൊണ്ട് ഉയർന്നു വന്നതാണ് പെരുമ്പടപ്പ് സ്വരൂപം. അത് പിന്നീട് കൊച്ചി ദേശമായിട്ട് മാറുകയുണ്ടായി. പിന്നെന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം, വേണാട്. ഈ ഭാഗം തെക്കേ അറ്റത്താണ്, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായിട്ടാണുള്ളത്. അത് പിന്നീട് തിരുവിതാംകൂറായിട്ട് പരിണമിക്കുകയും ഉണ്ടായി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ സാമൂതിരിയെക്കുറിച്ച് പരാമർശിച്ച സമയത്ത് മാമാങ്കം എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടായി അല്ലേ. മാമാങ്കം എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത്, അതായത് തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്തി വന്നിരുന്ന ഉത്സവമാണ് മാമാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാമാങ്കവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാപുരുഷ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാനമുണ്ട് അല്ലേ. ആ ഒരു രക്ഷാപുരുഷ സ്ഥാനം അന്നത്തെ വള്ളുവ കോനോതിരിക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൽ നിന്നും എന്ത് ചെയ്യാണ്,
സാമൂതിരി രക്ഷാപുരുഷ സ്ഥാനം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി സാമൂതിരിയുടെ ആ ഒരു പ്രശസ്തിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണത്തിൻ്റെ ശക്തിയും ഒക്കെ വർദ്ധിക്കുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി. അപ്പം മാമാങ്കം വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിൽക്കാലത്ത് സിനിമയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പേരിൽ അല്ലേ. അപ്പം മാമാങ്കം എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഉത്സവമായിരുന്നു മാമാങ്കം എന്ന് പറയുന്നത്. ഈ ഒരു കൊച്ചി രാജവംശത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്നത്. അതായത് തൃശ്ശൂർ നഗരത്തിൻ്റെയൊക്കെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് ഈ ഒരു പെരുമ്പടപ്പ് സ്വരൂപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന നാടുവാഴികളെ അദ്ദേഹം അമർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ശക്തൻ തമ്പുരാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഭരണാധികാരി ആരാണ്? ശക്തൻ തമ്പുരാനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ ഉദയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, അതേപോലെ തന്നെ കോഴിക്കോട്, സാമൂതിരിയുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള പ്രദേശം, ഇവയൊക്കെ രൂപപ്പെട്ട് വരുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ പെരുമാൾ വാഴ്ചയ്ക്ക് ശേഷം, പെരുമാൾമാരെ മൂവേന്തന്മാരെ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇതിൻ്റെ തകർച്ചയോടുകൂടി കേരളത്തിൽ നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വരൂപങ്ങളിൽ നിന്നും തിരുവിതാംകൂർ, കൊച്ചി, അതേപോലെ സാമൂതിരിയുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള കോഴിക്കോട് എന്നിങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങൾ ഉദയം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വരൂപങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നെടിയിരുപ്പ് സ്വരൂപം എന്നൊക്കെയുള്ള സ്വരൂപങ്ങൾ, തൃപ്പാപ്പൂർ സ്വരൂപം, ഇവയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഒരു സ്വരൂപങ്ങൾ പിന്നീട് എന്തായിട്ട് മാറുകയാണ്? നാട്ടുരാജ്യങ്ങളായിട്ട് രൂപപ്പെടുകയാണ്. ആ പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളാണ് തിരുവിതാംകൂർ, കൊച്ചി, അതേപോലെ തന്നെ കോഴിക്കോട് എന്നിങ്ങനെ പറയുന്ന മേഖലകൾ. അപ്പോൾ ക്ലിയർ ആയല്ലോ. ആദ്യം നമ്മൾ മൂവേന്തന്മാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവരാണ് പെരുമാൾമാരുടെ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സമയമായിരുന്നു അത്. പ്രാചീന തമിഴകമായിരുന്നു അത്. അവരുടെ ആ ഒരു ഭരണത്തിൻ്റെ തകർച്ചയോടുകൂടി എന്തായിട്ട് മാറുന്നുണ്ട്? പലതരത്തിലുള്ള സ്വരൂപങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട് ഓരോ പ്രദേശവും. ഈ സ്വരൂപങ്ങൾ പിന്നീട് എന്തായിട്ട് മാറുകയാണ്? നാട്ടുരാജ്യങ്ങളായിട്ട് മാറുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആ നാട്ടുരാജ്യങ്ങളാണ് തിരുവിതാംകൂർ, കൊച്ചി, അതേപോലെ തന്നെ കോഴിക്കോട് എന്നിങ്ങനെ പറയുന്നത്. ഇനി തൃപ്പാപ്പൂർ സ്വരൂപമാണ്. തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത് വേണാട് പ്രദേശമായിരുന്നു. അതായത് തിരുവിതാംകൂർ ഇരിക്കുന്ന ഈ ഒരു ഭാഗമാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള സ്വരൂപമാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത്. പിന്നീട് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു വൻ ശക്തിയായിട്ട് മാറുകയുണ്ടായി ഈ ഒരു തൃപ്പാപ്പൂർ സ്വരൂപം. 1956 കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തോടുകൂടി തിരുവിതാംകൂർ അല്ലെങ്കിൽ ഈ ഒരു തൃപ്പാപ്പൂർ സ്വരൂപം, ഈ ഒരു മേഖലയൊക്കെ തന്നെ എന്തായിട്ട് മാറുകയാണ്? കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമായിട്ട് രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. തിരുവിതാംകൂറിൻ്റെ ഉദയം, ആധുനിക തിരുവിതാംകൂർ രൂപപ്പെട്ടു വരുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടത്തോടു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. തിരുനാളാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് കാലഘട്ടത്തിൽ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് 8 വീട്ടിൽ പിള്ളമാർ എന്ന് പറയുന്ന മാടമ്പിമാരെ ഏൽപ്പിച്ചിരുന്നു. അപ്പം ഇവരുടെ ഒരു എന്താ പറയുക, ഭരണത്തിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഇവരായിരുന്നു നികുതി പിരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ കുറേയധികം അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജാവ് മാർത്താണ്ഡവർമ്മ രാജാവായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഈ മാടമ്പിമാരെ അമർച്ച ചെയ്യുകയും അവരുടെ സ്വത്തുക്കളൊക്കെ തന്നെ കണ്ടുകെട്ടുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ഈ പ്രഭുക്കന്മാരുടെ ശക്തി എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? 8 വീട്ടിൽ പിള്ളമാരിൽ നിന്നും അദ്ദേഹം അധികാരം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മ. അപ്പൊ വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് വഞ്ചി ഭൂപതിമാർ എന്ന് വിളിച്ചിരുന്നത്. ക്ലിയർ ആയല്ലോ. മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ SCERT പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം. ആദ്യമായിട്ട് കണ്ടെഴുത്താണ്. കണ്ടെഴുത്തെന്ന് പറഞ്ഞാൽ അത് സർവേ ആണ്. ഇപ്പോൾ നമുക്കറിയാമല്ലേ, ഇപ്പോൾ സർവേകളൊക്കെ നടത്താറുണ്ട്. അല്ലെങ്കിൽ എത്ര ജോഗ്രഫിക്കൽ ഏരിയ ഒരു രാജ്യത്തിൻ്റേതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സർവേകളുണ്ട് അല്ലേ. അപ്പോൾ ആദ്യകാലത്ത് മാർത്താണ്ഡവർമ്മ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തെ ഒരു സർവേയാണ് കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ടുള്ള സർവേയിലൂടെ അദ്ദേഹം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയുണ്ടായി.
ഭൂമി തരംതിരിക്കലായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതായത് അന്നത്തെ ക്ഷേത്രങ്ങളുടെ വകയായിട്ട് പിരിഞ്ഞു കിട്ടേണ്ടതായിട്ടുള്ള നികുതിയും കാര്യങ്ങളും പണമൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ തന്നെ എന്ത് ചെയ്യണം, രാജാവിനാണ് കിട്ടേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പണ്ടാര വക അല്ലെങ്കിൽ സർക്കാരിൻ്റെ വകയായിട്ടുള്ള ദേവസ്വം ഭൂമി, അതായത് ക്ഷേത്രത്തിൻ്റെ ഭൂമി, ബ്രഹ്മസ്വം ഭൂമി എന്നിവയായിട്ട് എന്ത് ചെയ്യേണ്ടായി, തരം തിരിക്കുകയുണ്ടായി അദ്ദേഹം. ഇതാണ് ഭൂമി തരംതിരിക്കൽ. അതേപോലെ തന്നെ കുത്തക വ്യാപാരം, കുരുമുളക്, ഉപ്പ്, പുകയില ഇവയുടെയൊക്കെ തന്നെയും വ്യാപാരം എന്ത് ചെയ്യാണ്, സർക്കാർ ഏറ്റെടുക്കുകയാണ്. അതായത് സർക്കാർ എന്ന് പറയുമ്പോൾ അന്നത്തെ ഈ പറയുന്ന രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് ഈ പറയുന്ന വ്യാപാരങ്ങളൊക്കെ തന്നെയും. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സൈനിക പരിഷ്കാരം എന്ന് പറയുന്നത്. ഇദ്ദേഹം, നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂറോപ്യന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ അവിടെ ഡച്ച് കപ്പിത്താനായിരുന്ന ഡിലനോയിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം അന്ന് ഡച്ചുകാരെ തോൽക്കുകയും അവരുടെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയി മാർത്താണ്ഡവർമ്മയുടെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനായിട്ട് ചുമതലയേൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡച്ച് ക്യാപ്റ്റനായിരുന്ന ഡിലനോയിയുടെ സഹായത്തോടുകൂടി മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു സ്ഥിരം സൈന്യം ഉണ്ടാവുകയാണ്, ഒരു സ്ഥിരം സൈന്യം. ഈ ഒരു സൈനികർക്ക് ഇരയിളി എന്ന പേരിൽ നികുതി ഇളവും അതേപോലെ തന്നെ പെൻഷനുകളുമൊക്കെ നൽകുകയുണ്ടായി. ഒരു സ്ഥിരം സൈന്യം ഉണ്ടാവുകയാണ് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു സ്ഥിരം സൈന്യം ഉണ്ടാവുകയാണ്. ആരുടെ സഹായത്തോടു കൂടി? ഡിലനോയിയുടെ സഹായത്തോടു കൂടി. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത്. അപ്പോൾ ഒന്നാം തൃപ്പടിദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. അദ്ദേഹം എന്താ ചെയ്യുന്നത്? രാജ്യം കുലദൈവമായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അറിയാം അല്ലേ, ആ ഒരു ക്ഷേത്രത്തിന് സമർപ്പിക്കുകയാണ് രാജ്യം എന്ന് പറയുന്നത്. അതായത് പത്മനാഭൻ്റേതാണ് രാജ്യം, ഞാൻ പത്മനാഭൻ്റെ ദാസനായിക്കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്നു എന്ന പേരിൽ ആ ഒരു കൺസെപ്റ്റിൽ നടത്തിയിട്ടുള്ള കാര്യമാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഉടവാൾ അടിയറവ് വെച്ചുകൊണ്ട് പത്മനാഭദാസനായിട്ട് ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്തിനാണ് ഈ ഒരു തൃപ്പടിദാനം നടത്തിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആഭ്യന്തര കലാപങ്ങളെയും ഭൂപ്രഭുക്കന്മാരെയും ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു തൃപ്പടിദാനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ചേതോവികാരം എന്ന് പറയുന്നത്. അതായത് രാജ്യം പത്മനാഭൻ്റേതാണ്, ഞാനൊരു ദാസനായിട്ട് ഭരിക്കുന്നു എന്നായിരുന്നു ഈ ഒരു തൃപ്പടിദാനത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയെക്കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ടായി. ഈ പറയുന്ന നമ്മൾ എന്താ പറയുക, ജില്ല, അതിൻ്റെ മുകളിൽ സംസ്ഥാനം, അതിൻ്റെ മുകളിൽ രാജ്യം എന്ന് പറയുമല്ലോ. അതേപോലെ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ഭരണഘടകമാണ് ഗ്രാമം എന്ന് പറയുന്നത്. ഈ ഗ്രാമങ്ങൾ കുറേയധികം ഒന്നിച്ചു ചേർന്നുകൊണ്ട് മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന ജില്ലകൾ ഉണ്ടായി വന്നു. അന്ന് തിരുവിതാംകൂറിൽ 20 ജില്ലകളായിരുന്നു, 20 മണ്ഡപത്തും വാതുക്കലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സാമ്പത്തികമായിട്ടുള്ള കണക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പതിവ് കണക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായം ആരംഭിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അതായത് രാജ്യത്ത് ആദ്യമായിട്ടൊരു വാർഷിക ബഡ്ജറ്റ് ആയവ്യയ കണക്ക് അവതരിപ്പിക്കുകയാണ്. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമ്പ്രദായം ആരംഭിക്കുന്നത്. ശുചീന്ദ്രം കൈമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു കാര്യമായിരുന്നു. ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റാരോപിതനായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ തിളച്ചിട്ടുള്ള ഒരു എണ്ണയിലോ നെയ്യിലൊക്കെ കൈമുക്കുന്നു. അതിനുശേഷം 3 ദിവസത്തിന് ശേഷം കയ്യിൽ പൊള്ളൽ ബാക്കിയുണ്ടെങ്കിൽ അയാൾ ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രതിയാണ് എന്നാണ് അർത്ഥം. അയാൾക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കുന്നു. ഈ ഒരു സമ്പ്രദായമായിരുന്നു ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്. ഇത് ആരംഭിക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചിട്ടുള്ള ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അധികാരം ഏറെക്കുറെ രാജ്യത്തിൻ്റെ കീഴിലായി, രാജാവിൻ്റെ കയ്യിലായി. ജന്മിത്വ ഭരണം കുറേയൊക്കെ അവസാനിപ്പിച്ചത്, ജന്മിത്വ ഭരണം പാടെ അവസാനിപ്പിച്ച വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം അത്രയും പ്രദേശം തിരുവിതാംകൂറിൻ്റെ കീഴിലാകുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിൻ്റെ സമയത്താണ്.
അടുത്തതായിട്ട് വേലുത്തമ്പി ദളവയെക്കുറിച്ചിട്ടും പാലിയത്തച്ഛനെ കുറിച്ചിട്ടും നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്, എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1805 കാലഘട്ടത്തിൽ കരാറ് പ്രകാരം തിരുവിതാംകൂറിന് അധികാരം നഷ്ടപ്പെട്ടു. അതായത് ബ്രിട്ടീഷുകാർ വന്നു ഈ സമയമായപ്പോഴത്തേക്കും അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരുമായിട്ടുള്ള കരാറ് മൂലം തിരുവിതാംകൂറിന് ഏറെക്കുറെ ബ്രിട്ടീഷുകാരുടെ ഒരു അധികാരത്തിൻ്റെ കീഴിലേക്ക് മാറുകയുണ്ടായി ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഭരിക്കുന്നത് രാജാക്കന്മാർ തന്നെ, പക്ഷെ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ ആ ഒരു പാരമൗൺസി അംഗീകരിച്ചുകൊണ്ട് ഭരിക്കുന്നു എന്നുള്ളൊരു നിലയിലേക്ക് 1805 സമയത്തെ വരികയാണ്. ആ ഒരു സമയത്ത് റെസിഡന്റ് ഭരണാധികാരിയായിട്ട് മെക്കാളെ പ്രഭു എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് റെസിഡന്റ് ഭരണാധികാരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടായി, തിരുവിതാംകൂറിനോട് ഒരു വൻ തുക കപ്പമായിട്ട് ആവശ്യപ്പെട്ടു. അതായത് ഒരു ടാക്സ് പോലെ കപ്പമായിട്ട് പണം ആവശ്യപ്പെടുകയാണ് മെക്കാളയെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൻ്റെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവയും കൊച്ചി രാജ്യത്തിൻ്റെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനും ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സഖ്യമുണ്ടാക്കിയാണ്. ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരികയാണ്. അതിനുശേഷം നടക്കുന്ന വേലുത്തമ്പി ദളവ നടത്തിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, ഈ ഒരു ഡേറ്റ് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണത്തിനെതിരെ ജനങ്ങളോട് സംഘടിക്കാൻ വേണ്ടിയിട്ട്, ആയുധമെടുക്കാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ എന്ത് ചെയ്യുന്നുണ്ട്, ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവമാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഇത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വേലുത്തമ്പി ദളവയുടെ അന്ത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ആരംഭിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ ആക്രമിച്ചതോടുകൂടി പാലിയത്തച്ഛൻ ആദ്യം കീഴടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ വേലുത്തമ്പി ദളവ എന്താണ് ചെയ്യുന്നത്, മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം ആത്മഹുതി ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ ഒരു ആദ്യകാല സഖ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതെയായി പോവുകയുമാണ് ചെയ്യുന്നത്. ഇനി വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു നിയമരീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. വിദ്യാഭ്യാസവും നിയമവ്യവസ്ഥയും. ആദ്യമായിട്ട് വിദ്യാഭ്യാസ പുരോഗതിയാണ്. ഇവിടെ കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിക്കണം. ആദ്യമായിട്ട് റാണി ഗൗരി പാർവതി ഭായിയെ കുറിച്ചിട്ടാണ്. 1817 റാണി ഗൗരി പാർവതി ഭായ് എന്ത് ചെയ്യുന്നുണ്ട്, തിരുവിതാംകൂറിൽ സാർവത്രിക വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിലെ സാർവത്രിക വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി ഗൗരി പാർവതി ഭായ് ആണത്. അടുത്തതായിട്ട് സ്വാതി തിരുനാളാണ്. അദ്ദേഹം 1834 തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂള് ആരംഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നുണ്ട് സ്വാതി തിരുനാൾ 1834. അന്ന് കാലത്ത് നടന്നിട്ടുള്ള സാമൂഹിക മാറ്റങ്ങളും പോരാട്ടങ്ങളും എന്തൊക്കെയാണ്? ആദ്യമായിട്ട് മേൽമുണ്ട് സമരമാണ് അല്ലെങ്കിൽ ചാന്നാർ ലഹളയാണ്. എന്താണ് ഈ ഒരു മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്? അന്ന് കാലത്ത് കീഴാളന്മാരായിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഈ ഒരു മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കാനും മാറുമറയ്ക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1859 അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കുമായിട്ട് നൽകുന്നുണ്ട്. അതാണ് ചാന്നാർ ലഹളയുടെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത്. അപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് തിരുവിതാംകൂറിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക മുന്നേറ്റമാണ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു മാറ്റമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് നടത്തിയിട്ടുള്ളത് ചിത്തിര തിരുനാളാണ് കേട്ടോ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്ന ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചു
കഴിഞ്ഞാൽ ഇതിനു മുൻപും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള വഴിയിലൂടെ എല്ലാ ജാതിക്കാർക്കും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പല പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുന്നുണ്ട് അല്ലേ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇവയൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ. ആ സമയത്താണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു വിളംബരമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. താഴ്ന്ന ജാതിക്കാരൻ, അവർണൻ, സവർണൻ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ തിരുവിതാംകൂറിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കുവാനുള്ള അവകാശം നൽകുന്ന ഒരു വിളംബരമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ഗാന്ധിജി ഈ ഒരു സംഭവത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുള്ള ചരിത്ര സംഭവം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ തീയതി നോക്കി വെച്ചേക്കണം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. നടത്തിയിട്ടുള്ള ഭരണാധികാരി ചിത്തിര തിരുനാളാണ്. അപ്പോൾ ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നൽകി തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആദ്യത്തെ വിളംബരമായിരുന്നു കേരളത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു. ഇനി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ അവരുടെ ആ ഒരു ക്രമത്തിൽ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ഭരിച്ചിരുന്ന ആൾ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് അല്ലേ. കാരണം അദ്ദേഹത്തിന് ശേഷമാണ് ആധുനിക തിരുവിതാംകൂർ തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെ ആയിരുന്നു. 1750 ജനുവരി 3 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 1-ാം തൃപ്പടിദാനം നടത്തുന്നുണ്ട്. രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് തൃപ്പടിദാനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം രാജ്യം ഭരിക്കുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇദ്ദേഹം ധർമ്മരാജ എന്ന പേരിൽ കൂടെ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1758 മുതൽ 1798 വരെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം, അതായത് 40 വർഷം തിരുവിതാംകൂർ ഭരിച്ചിട്ടുള്ള രാജാവാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓക്കെ, ഇദ്ദേഹമാണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തി മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റുന്ന ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിനുശേഷം അധികാരത്തിലേക്ക് വരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇദ്ദേഹം 1798 മുതൽ 1810 വരെ ഭരണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വേലുത്തമ്പി ദളവ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കുണ്ടറ വിളംബരം നടത്തുന്നത്. കുണ്ടറ വിളംബരം 1809 അല്ലേ ഇത് നടക്കുന്നത്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലഘട്ടത്തിലാണ്. അടുത്തതായിട്ട് ഭരണത്തിലേക്ക് വരുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. 5 വർഷം 1810 മുതൽ 1815 വരെയാണ് അവർ ഭരണം നടത്തുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആയിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. 1812 അടിമ കച്ചവടം നിർത്തലാക്കിയിട്ടുള്ള ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടിമ കച്ചവടം തിരുവിതാംകൂറിൽ നിർത്തലാക്കുന്ന വർഷം 1812. നിർത്തലാക്കിയിട്ടുള്ള ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ഒരു കാര്യം നോക്കി വെച്ചേക്കണം. അടുത്തതായിട്ട് ഭരണത്തിലേക്ക് വരുന്നത് റാണി ഗൗരി പാർവതിബായി ആണ്. ലക്ഷ്മിബായി കഴിഞ്ഞ് പാർവതിബായി ആണ്. 1815 മുതൽ 1829 വരെ അവർ ഭരണം നടത്തി. ഇവരെക്കുറിച്ച് പറയുന്ന സമയത്ത് 1817 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടുള്ള, സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി എന്ന് പറയുന്നത്. അടുത്ത ഭരണാധികാരി
ഭരണാധികാരി സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടം. 1829 മുതൽ 1846 വരെ അദ്ദേഹം ഭരണം നടത്തി. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. 1834 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ ആരംഭിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. സംഗീതത്തിൻ്റെയും കലകളുടെയും സുവർണ കാലഘട്ടം എന്നുകൂടെ അറിയപ്പെടുന്ന കാലഘട്ടമാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം. അടുത്ത ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓൾറെഡി നമ്മളൊരു കാര്യം പഠിച്ചു അല്ലേ? എന്താണത്? ചാന്നാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, മേൽമുണ്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകുന്ന ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്ന് നമ്മൾ പഠിച്ചു. 1859 ഈ ഒരു ചരിത്ര സംഭവം. അതുകൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത്. 1857 ക്ലിയർ ആയല്ലോ? അടുത്ത ഭരണാധികാരി ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. 1860 മുതൽ 1880 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 നടത്തുന്നത് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. 1860 മുതൽ 1880 വരെ. ഇതുകൂടാതെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരമുണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുന്നത് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം നോക്കുക, 1860 മുതൽ 1880 വരെയാണ്. അടുത്തതായിട്ട് ഭരണത്തിലേക്ക് വരുന്നത് വിശാഖം തിരുനാളാണ്. 1880 മുതൽ 85 വരെ 5 വർഷക്കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി, കപ്പ കൃഷി കൊണ്ടുവരുന്ന ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ അടുത്ത ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. അദ്ദേഹം 1885 മുതൽ 1924 വരെ ഭരണം നിർവഹിച്ചു. ഇദ്ദേഹം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഒരു നിയമനിർമ്മാണ സഭ ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. 1888 ഇതാണ് ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാമൂഹിക പ്രക്ഷോഭങ്ങളിലും അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരുകൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പഠിക്കും. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള വ്യക്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും അല്ലേ? ഈ ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഒരു നിയമനിർമ്മാണ സഭ ആരംഭിച്ചിട്ടുള്ളതാണ് ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത്. 1888 രൂപീകരിക്കപ്പെടുന്നത്. അതുകൂടാതെ മുല്ലപ്പെരിയാർ അണക്കെട്ട് അല്ലേ, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കപ്പെടുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ക്ലിയർ ആയല്ലോ? അടുത്തതായിട്ട് ഭരണത്തിലേക്ക് വരുന്നത് വനിതാ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. 1924 മുതൽ 1931 വരെ ആയിരുന്നു ഇവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1924 വർഷത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണത്? വൈക്കം സത്യാഗ്രഹമാണ് അല്ലേ? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 പക്ഷേ ഈ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് എപ്പോഴാണ്? അത് 1925 അല്ലേ? അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുന്ന സമയത്തെ ഭരണാധികാരി ആര്? റാണി സേതു ലക്ഷ്മിബായി ആണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലെ മൃഗബലി നിരോധിച്ചത് റാണി സേതു ലക്ഷ്മിബായി ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നതും എപ്പോഴാണ്? റാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്ന സമയത്ത് സന്ദർശിച്ചിട്ടുള്ള ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി എന്ന് പറയുന്നത്. അടുത്ത ഭരണാധികാരി അല്ലെങ്കിൽ അവസാനത്തെ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇദ്ദേഹം 1931 മുതൽ 1949 വരെ ഭരണം നിർവഹിച്ചു. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ആയിരുന്നു. കാരണം ഇതിനുശേഷം കേരള സംസ്ഥാനമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം 1936 നടത്തുന്നത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്.
തിരുവിതാംകൂർ സർവകലാശാല 1937 സ്ഥാപിക്കുന്നത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ഒരു ഭരണരീതിയെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ SCERT പുസ്തകങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു കുറച്ച് ഫാക്റ്റുകളും എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു SCERT ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.